ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇലാൻസ് ട്യൂഷൻ. മക്കളെ, ഒരുപാട് വീഡിയോയ്ക്ക് താഴെ കണ്ടിട്ടുള്ള ഒരു കമൻറ്റാണ്, സാർ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എങ്ങനെയാണ്, ഒരു ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് എത്രത്തോളം മാർക്കിനാണ് ചോദിക്കുക. സോ അതിനുള്ള ആൻസറാണ് ഈ ഒരു വീഡിയോ. നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആ റിക്വസ്റ്റ് നമ്മളിപ്പോൾ വീഡിയോയുടെ രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു സമയം അതിന് വളരെ ആപ്റ്റാണ്, കാരണം എക്സാമിലേക്ക് ഇനി ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ. സോ ഇപ്പോൾ നമ്മളിപ്പോൾ +1 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ചാപ്റ്ററിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ബിസിനസ് സ്റ്റഡീസിലെ +1 ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററായിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് നമ്മൾ കണക്കാക്കുന്നത്. 6 മാർക്കിൻ്റെ സ്കോറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് 12 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എസ് എ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യണം. 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വരുന്നത്. പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്ക് വെയിറ്റേജ് ആയതുകൊണ്ട് ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ബിസിനസ് സർവീസ് എന്ന് പറയുന്ന വളരെ വലിയ ആ ചാപ്റ്ററിന് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് +1 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്, അവിടെ 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് ആ ഒരു ചാപ്റ്ററിന് വേണ്ടിയിട്ടുള്ളത്. സോ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 6 മാർക്ക് വെയിറ്റേജ് ആണ് ഉള്ളത്. സോ 6 മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്ന സമയത്ത് അവിടെയും സമാനമായിട്ടുള്ള രീതിയിൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ 2 മാർക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന ചാപ്റ്ററിന് 8 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. അവിടെ ഒന്നുകിൽ എസ് എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, എസ് എ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിന്നുണ്ടാവും. ദെൻ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്, ആ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ളത് കൊണ്ട് ഉറപ്പാണ് അവിടെ നിന്ന് എസ് എ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ. ദെൻ MSME ആൻഡ് ബിസിനസ് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിന് 4 മാർക്ക് വെയിറ്റേജേ ഉള്ളൂ. 4 മാർക്ക് വെയിറ്റേജേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ആ ചാപ്റ്റർ പഠിക്കേണ്ട, 4 മാർക്ക് പോവുകയാണെങ്കിൽ പോട്ടെ എന്നല്ല. 4 മാർക്കിന് ആ ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ 4 മാർക്കും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലാക്കി വെക്കണം. സോ അവിടെ നിങ്ങൾ എസ് എ ക്വസ്റ്റിനേക്കാൾ ഉപരി ഷോർട്ടസ്റ്റ് ക്വസ്റ്റിനൊക്കെയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാകുന്നത്. ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഓക്കെ, അതായത് ഹോൾസെയിലേഴ്സിനെ സംബന്ധിച്ചും റീറ്റെയിലേഴ്സിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിന് 10 മാർക്ക് വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. അവിടെ എസ് എ ക്വസ്റ്റിന് സാധ്യതയുണ്ട്. ഓക്കെ. ഇനി എസ് എ അല്ലെങ്കിൽ 1 or 2 ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യനുള്ള സാധ്യതയും ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ദെൻ ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ 5 മാർക്കിൻ്റെ വെയിറ്റേജ് ആണുള്ളത്. സോ അവിടെ ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. യെസ്, ഇതാണ് നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ മാത്രമാണോ എക്സാമിന് ചോദിക്കുക? യെസ്, ഇതൊരു വെയിറ്റേജ് മാത്രമാണ്. ഇങ്ങനെയാണ് ഏതാണ്ട് കണക്കാക്കുന്നത്. എന്നാൽ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ വെയിറ്റേജിനെ മറികടന്നുള്ള മാർക്കിൻ്റെ ഡിവിഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഇതൊരു മാനദണ്ഡമായിട്ട് നമുക്ക് ഒരു പരിധിവരെ മാത്രമേ കണക്കാക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ മുഴുവൻ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ഇരിക്കുക, അങ്ങനെ തന്നെ കവർ ചെയ്ത് പോവുക. ദെൻ ഈ വെയിറ്റേജ് എന്ന് പറയുന്നത് ചില എസ് എ വരാൻ സാധ്യതയൊക്കെയും നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് മാത്രമാണ്. ഈവൻ ദോ ഈ വെയിറ്റേജ് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. എനിവേ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.